എന്നെ കാണാതെ പോയി അന്ന് എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ലേ. പറയമ്മേ. നിന്റെ ചെറിയ പ്രായം എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത മട്ട്. അന്ന് നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫ്രണ്ട്സിനൊക്കെ പാർട്ടി നടത്തണമെന്ന് പറഞ്ഞ് കാശ് ചോദിച്ചു. ഞാൻ തരില്ലെന്നും പറഞ്ഞു. നീ പെട്ടെന്ന് അലമാര തല്ലി പൊളിച്ച് അതിലുണ്ടായിരുന്ന കാശും സ്വർണവും ഒക്കെ എടുത്തോണ്ട് പോയി. ശരവണ, ഈ വൃത്തികെട്ട പണിയൊന്നും വേണ്ട മോനെ നിനക്ക്. ഈ മുത്തശ്ശി പറയുന്നു ഒന്ന് കേൾക്കും മോനെ. അന്ന് അമ്മ പടിക്കെട്ടി വീണ് കിടപ്പായതാ. അതെ മോനെ, അന്ന് വഴക്കിട്ട് മോന്റെ കൂട്ടുകാരൻ മണിമാരന്റെ കൂടാ പോയത്. മണിമാരൻ ഇവിടെ ഉണ്ടായിരുന്നോ? അന്നേരം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മോനും മോന്റെ കൂട്ടുകാരനും ബൈക്കിൽ പോകുന്നുവെന്ന് ദൊര എന്നോട് പറഞ്ഞു. മോനെന്താ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടാ. അല്ല, ദൊര ഇപ്പൊ ഇവിടെ ഉണ്ടാവും? അതെ, ഞാൻ നിങ്ങളെ ഗൂഡല്ലൂർ റോഡിൽ വെച്ച് കണ്ടതാ. നിങ്ങളുടെ കൂടെ ബൈക്കിൽ മണിമാരനുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ഗൂഡല്ലൂർ പോവുമായിരുന്നോ അതോ തിരികെ വരുമായിരുന്നോ? ഞാൻ ഗൂഡല്ലൂരിൽ നിന്ന് ലോഡ് കയറ്റി വരികയായിരുന്നു. നിങ്ങള് ഗൂഡല്ലൂർക്ക് പോവുമായിരുന്നു. അന്ന് ഇലക്ഷന്റെ സമയമായിരുന്നു. ഞാനും അകത്ത് തിരക്കിലായിരുന്നു. സഞ്ജന പറഞ്ഞ ഞാനും അറിഞ്ഞത്. അവള് നിന്റെ ബർത്ത്ഡേക്ക് നിന്നെ കാണാൻ വീട്ടിലേക്ക് വന്നിരുന്നു. അതെ, അന്ന് നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ച് 12 മണിക്ക് നിന്റെ വിഷ് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ നീ അന്ന് വന്നില്ല. പിറ്റേ ദിവസം നിന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം ഞാൻ നിന്റെ വീട്ടിലേക്കും വന്നു. നീ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്കിളും പഴനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കിളെ, ശരവണ ഇനി വന്നില്ലേ? ഇന്നലെ പോയതാ മോളെ, ഇനി എത്തിയിട്ടില്ല. പാർവതിയും പത്മയാണെങ്കിൽ മുത്തശ്ശിയോടൊപ്പം ഹോസ്പിറ്റലില്ല. മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? കെയർലെസ്നെസ് തന്നെ, താഴെ വീണു. ഞാൻ ശരവണ്ണനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അങ്കിൾ ആകെ ടെൻഷനിലായിരുന്നു. നിന്നെ അന്വേഷിച്ച് കാറും എടുത്തു പോയി. ചേട്ടാ, എന്താ അന്ന് എന്നെ കാണാതെ പോയതിന്റെ അന്ന് അച്ഛൻ കാർ എടുത്ത് ഇവിടേക്ക് അന്വേഷിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, അന്ന് ചേട്ടൻ എന്താ കൂടെ പോഞ്ഞേ? അന്നല്ലേ നമ്മുടെ മുത്തശ്ശി താഴെ വീണത്. അച്ഛൻ എന്നെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ എടുത്തോളാം. അങ്ങനെ അല്ല, പത്മയും പാർവതിയും മുത്തശ്ശിയോടൊപ്പം ഹോസ്പിറ്റലിൽ. നീ അവിടെ പോയി നിൽക്ക്, ഞാൻ പോയി നോക്കിക്കോളാം. അങ്കിളെ, അന്ന് മുഴുവനും അച്ഛൻ മോനെ അന്വേഷിച്ച് നടക്കായിരുന്നു, അറിയോ? ചേട്ടൻ ആശുപത്രിയിലായിരുന്നില്ലേ? അതെ. അപ്പൊ അച്ഛൻ അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു ചേട്ടൻ എങ്ങനെ അറിയാം? രാത്രി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ? പാതിരാത്രി ആയപ്പോ മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങിയതാ. അപ്പോഴാ അച്ഛന്റെ കാർ അതുവഴി പോകുന്ന കണ്ടത്. പതിനഞ്ച് വർഷം കഴിഞ്ഞ് തിരികെ വന്ന ശരവണനെ എന്തിനായിരിക്കും കൊല്ലാൻ ശ്രമിച്ചത്? അവന്റെ മരണം കൊണ്ട് ഇവിടെ ആർക്കായിരിക്കും ലാഭം? ചേട്ടാ, കഴിഞ്ഞ മാസം 25-ാം തീയതിയിലുള്ള CCTV ഫുട്ടേജ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഡേറ്റ് കറക്റ്റാ. ഫോർവേഡ്. അല്പം കൂടെ. ചേട്ടാ, ഒരു മിനിറ്റ്. ബാക്ക്. ഹോൾഡ്. ഒന്ന് സൂം ചെയ്യോ? TN42Y7275.